രാവിലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു. നേരെ പാടത്തോടെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പാടത്തേക്കാണെങ്കിൽ വെള്ളം കയറാറായിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ചും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറാനുണ്ടായിരുന്നു. പാടത്തൊക്കെ കണ്ടിരുന്ന് നേരെ ഇല്ല ഞാൻ അടുത്ത് അതൊക്കെയാണെങ്കിൽ ചായ പിടിക്കാൻ കയറി. ചേട്ടൻ ഷോറൂമിലാക്കിയായിരുന്നു. അങ്ങനെ ചായ പിടിച്ച് ഞാൻ കയറി. അച്ഛനാണെങ്കിൽ ഒരു 3 പൊറോട്ടയും ഒരു മുട്ടക്കറിയാണ് കഴിച്ചിരുന്നത്. ഞാനാണെങ്കിൽ 3 ബജ്ജിയും ഒരു ചായയും കഴിച്ചിരുന്നു. കാരണം ചേട്ടനെ ഛർദിയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടനെ നേരെ ഷോറൂമിൽ നിന്ന് എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണെങ്കിൽ നല്ല പൊരിഞ്ഞ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയത്താണെങ്കിൽ വിട്ടിരിക്കുകയായിരുന്നു. വണ്ടിയിലാണെങ്കിൽ ആകെ 2 കോട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായത് മഴയത്ത് വിട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ചായ പിടിക്കാനൊക്കെ കയറി. നല്ല തണവായിരുന്നു. ചായ പിടിക്കാൻ കയറി ഒരു തട്ടുകടലാണ് കയറിയത്. മറ്റേ ചന്തകുന്നിൻ്റെ അടുത്തൊരു കടലായിരുന്നു കയറുന്നുണ്ടായിരുന്നത്. ഞാൻ നൂലപ്പം കഴിച്ചു. നൂലപ്പം സാമ്പാറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ മെനു നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു. റേറ്റ് കുറവിലായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നേരെ മുടി കെട്ടാൻ പോകണ്ടായിരുന്നു. മുടി ഭയങ്കര ലെങ്ത് കൂടിയായിരുന്നു. സൈഡൊക്കെ ഭയങ്കര കാട് പിടിച്ചോളായിരുന്നു. മുടി കെട്ടാൻ കയറിയ കടയിൽ കയറിയപ്പോൾ ഹിന്ദിക്കാരായിരുന്നു. ആകെ ഒരാളുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാനവിടെ ഫോൺ നോക്കിയിരുന്ന് സിനിമയും കണ്ടിരുന്ന്. അച്ഛനാണെങ്കിൽ മുടി കെട്ടാണ് ഇരുന്ന് ഫസ്റ്റ് തന്നെ. അച്ഛൻ്റെ മുടി വെട്ടും കഴിഞ്ഞ് നേരെ ബേക്കറിക്ക് വിട്ടു. ബേക്കറി ചെന്നപ്പോൾ തന്നെ ഒരു ബൂസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ആ ബൂസ്റ്റൊക്കെ ഞാൻ പെട്ടെന്ന് എടുത്ത് 40 രൂപയായിരുന്നു ബൂസ്റ്റ് അടിച്ചപ്പോൾ തന്നെ. അവിടെ നിന്ന് 2-3 പപ്സും മേടിച്ച് പോന്നു. ബൂസ്റ്റ് കുടിച്ച് വലിയ കോപ്പുണ്ടായിരുന്നു. പാലിന് ഭയങ്കര കട്ടി കൂടുതലായിരുന്നു. പക്ഷേ കോപ്പൊന്നുമില്ല, എനർജി കിട്ടും. നേരെ കൂട്ടുകാരൻ്റെ അടിക്ക് കിട്ടു. കൂട്ടുകാരനും കൂടി കടയിൽ കയറി ലേസൊക്കെ മേടിച്ച് നേരെ പോന്നു. അവനെ വീട്ടിലാക്കി ചേട്ടൻ വിളിച്ചായിരുന്നു വരാൻ പറഞ്ഞിട്ട്. ചേട്ടനായിട്ട് ഫോട്ടോസ് എടുത്തു. ഇന്നൊരു ദിവസം ഓടിച്ചിരുന്ന വണ്ടി ഇതായിരുന്നു. ചേട്ടൻ്റെ വണ്ടിയായിരുന്നു. എൻ്റെ വണ്ടി ഞാൻ ചേട്ടൻ്റെ അടുത്തേക്കായിരുന്നു ചേട്ടൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകാനായിട്ട്.